ഹായ് ഹലോ. അപ്പോൾ ഇത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 24th ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇത് അഗെയിൻ നമ്മുടെ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ കോണിക് സെക്ഷനിൽ മൂന്നാമത്തെ ക്വസ്റ്റൻ അവിടെ ചോദിക്കുന്നുണ്ടോ. അപ്പോൾ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? എ ആൻഡ് ബി ആർ ദ 2 points ഓഫ് ദി ഇന്റർസെക്ഷൻ ഓഫ് y plus y equals 0 ആൻഡ് ദ മിറർ ഇമേജ് ഓഫ് ദ പരാബോള y square equals 4x വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ x plus y plus 4 equals 0. അല്ലെ, ഇവിടെ എയും ബിയും എന്താണ് പറഞ്ഞത്? ശ്രദ്ധിച്ചിരിക്കണേ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. എയും ബി എന്താ? എ ഇൻ ബി ആർ 2 points ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് y plus 5 equals 0. y plus y equals 0 എന്ന് പറയുന്നത് y equal minus 5. ഈ y equal minus 5ഉം വേറൊരു കർവ്, ആ കർവ് ആരാ? ഇമേജ് ഓഫ് ദി പരാബോള y square equal 4x. y square equal 4xന്റെ ഇമേജ് എബൌട്ട് എന്താണ്? x plus y equal 4. x plus 5 plus 4 എന്താണ്? 0. അതും കൂടി കൂട്ടിമുള്ള പോയിന്റ് ആണ് ആരൊക്കെ? എയും ബിയും. അതായത് എയും ബി എന്ന് പറഞ്ഞ ആരാ? ഒന്ന് y equal -5 എന്ന ലൈനും, പിന്നെ ഏതാ y square equal 4xന്റെ എന്ത് മിറർ ഇമേജ്. ആ മിറർ ഇമേജ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഓക്കെ, ആ മിറർ ഇമേജും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണെന്ത്? എയും ബിയും. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ എയും ബിയും കണ്ടുപിടിക്കാൻ വിചാരിക്കും. അതിനാദ്യം ഞാൻ ആ മിറർ ഇമേജ് കാണാണേ. അപ്പൊ ആരുടെ മിറർ ഇമേജാ? ശ്രദ്ധിച്ചിരുന്നോ? y square equal 4x എന്ന ഒരു പരാബോള ഉണ്ട്. ഇതാണ് y square equal 4x. ആ y square equal 4xന്റെ മിറർ ഇമേജാ കണ്ടത് എബൌട്ട് എ ലൈൻ. ഏതാ? x plus y equal 4 അല്ലേ? അവിടെ x plus y equal to 4 ആകുമ്പോഴേ എങ്ങനെ വരുന്നത്? സോ x plus y plus 4 0 അല്ലേ? അപ്പൊ ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് ആരൊക്കെടാ? ഒന്ന് x -4 y 0, അല്ലെങ്കിൽ x 0 y എന്താ? -4 അല്ലെ? ഇതല്ലേ വരിക. അപ്പൊ ഏതൊക്കെയാ? -4, 0 ഇവിടെ വരിക, 0, -4 ഇവിടെ വരിക അല്ലെ? ഇത് രണ്ടിലൂടെയും പാസ് ചെയ്യുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, അല്ലെ? ഈ ലൈനിന് എബൌട്ടുള്ള ഇതിന്റെ മിറർ ഇമേജ് ഇവിടെ എവിടെയെങ്കിലും വരും അല്ലെ? ആ മിറർ ഇമേജ് നമുക്ക് കാണേണ്ടത് എങ്ങനെ? ഇത് കാണാം, വളരെ ബേസിക് ആയിട്ട് മക്കളെ. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ പറ, ഇതിന്റെ സ്ലോപ്പ് എന്താ? ഈ ലൈൻ ആരാ? എക്സ് പ്ലസ്. ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് ആണ്. ലൈൻ x plus y plus 4 equals 0 അല്ലേ? അങ്ങനെ ഈ സ്ലോപ്പ് -a/b അല്ലേ? അപ്പൊ -1/1 അല്ലേ വരിക? അപ്പൊ സ്ലോപ്പ് എന്താ? -1. ആ സ്ലോപ്പ് -1 ആണെങ്കിൽ ആംഗിൾ 135 ഡിഗ്രി ആവില്ലേ? കാരണം tan 135 അല്ലേ -1. അപ്പൊ ഈ ആംഗിൾ എന്താ? 135. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എന്താ? 45 ഡിഗ്രി അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ 45 ഡിഗ്രി അല്ലേ? അത് മനസ്സിലായി. ഓക്കെ, ഇനി ഞാനേ നമ്മൾ കാണുന്നത് ഈ കാണുന്ന മഞ്ഞ പരാബോളന്റെ ഈ ലൈനെ ബേസ് ചെയ്തുള്ള എന്താണ്? മിറർ ഇമേജാ അല്ലെ? അങ്ങനെ എന്താ വരിക? എടാ, ഇതല്ലേ നമ്മുടെ ഗിവൺ പരാബോളിന്റെ എന്ത്? ഈ ഗിവൺ പരാബോളന്റെ ആക്സിസ് അല്ലേ? പിന്നെ ഇത് ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ അതിന് മിറർ ഇമേജ് എടുക്കുമ്പോൾ ഇത് ആംഗിൾ 45 ഡിഗ്രി ഉണ്ടാവണ്ടേ? കാരണം മിറർ ഇമേജ് ആകുമ്പോൾ സെയിം ആംഗിൾ വരില്ലേ അല്ലെ? അവിടെ നമുക്ക് വേണ്ടതേ ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ആദ്യം ഈ പരാബോള വരയ്ക്കണം. ഓക്കെ, ആ പരാബോളിന്റെ മിറർ ഇമേജ് ഇട്ടാണ് ഞാൻ ആദ്യം അതിന്റെ ആക്സിന്റെ മിറർ ഇമേജ് എടുക്കണം അല്ലെ? അവിടെ ഇതല്ലേ ആക്സ്. ആ ആക്സിന് മിറർ ഇമേജ് എടുക്കാനേ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ ആംഗിൾ 45 ഡിഗ്രി ആയതുകൊണ്ടേ അത് മിറർ ഇമേജ് എടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിരിയല്ലേ ചെയ്യുള്ളൂ അല്ലെ? അങ്ങനെ തിരിയുമ്പോഴേ അത് ഇതല്ലേ വരിക ആക്സ്. ഈ ആംഗിൾ 45 ഡിഗ്രി അല്ലേ? അപ്പൊ ആക്സ് ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ആ പരാബോളിന്റെ ആക്സ് എങ്ങനെ വരിക? ഇതാ വരിക. തിങ്ക് ചെയ്യട്ടോ, അപ്പൊ മനസ്സിലാവും. ഇതാ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ മിറർ ഇമേജ് എടുക്കുകയാണ് ഈ ആക്സിന്റെ അല്ലെ? എബൌട്ട് ഏതാ? ഈ ലൈനാ അല്ലെ? അപ്പൊ അതിനെ എബൌട്ട് മിറർ ഇമേജ് എടുക്കുമ്പോഴേ ഈ ആംഗിൾ 45 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിൾ എന്താണ്? 45 ഡിഗ്രി ആവണ്ടേ? അപ്പൊ ഇതല്ലേ വരിക? അപ്പൊ ആംഗിൾ 90 ഡിഗ്രി ടോട്ടൽ വരിക, നമുക്കറിയാം. ഓക്കെ, അങ്ങനെയെങ്കിലേ അത് ആക്സിസ് ആയിട്ടുള്ള പരാബോള എന്ന് പറഞ്ഞാൽ പരാബോള ഇങ്ങനെയല്ലേ വരിക? ഇതായിരിക്കും എന്തായാലും മിറർ ഇമേജ് അല്ലെ? പിന്നെ നമുക്കറിയാം ഇത് മിറർ ഇമേജ് ആയതുകൊണ്ടേ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും സെയിം ആവില്ലേ അല്ലെ? അവിടെ ഈ ലെങ്ത് എന്താ? ഈ ലെങ്ത് ഇത് -4 ആയതുകൊണ്ട് ഈ ലെങ്ത് 4 അല്ലേ? അപ്പൊ ഈ ലെങ്ത്തും എന്താണ്? 4 ആവില്ലേ അല്ലെ? ആ ലെങ്ത് 4 ആണ്, കിട്ടി. ഇനിയോ ആ ലെങ്ത് 4 ആണെങ്കിലേ അവിടെ ഈ ലെങ്ത് 4 ഈ ലെങ്ത്തും 4 അല്ലേ? അങ്ങനെ ഈ പോയിന്റ് എന്താ? -4, -4 അല്ലേ? കാരണം നെഗറ്റീവ് എക്സ് ആക്സിസ് അല്ലേ? അപ്പൊ ഇത് -4 ആണ്, ഇത് -4. അപ്പൊ ഈ പോയിന്റ് ആരാ? -4, അല്ലെ? ഇനി എടാ ഇതിന്റെ എ എന്താ? ഇതിന്റെ ഫോക്കസ് എവിടെയാ? എ എന്താ? y square equal 4x അല്ലേ? എ എന്താ അവിടെ? 4a സ്ഥാനത്ത് 4 അല്ലേ? അപ്പൊ a 1 അല്ലേ? അപ്പൊ ഇത് 1 ആണ്. അപ്പൊ ഈ പോയിന്റ് എന്താ? 1, 0 അല്ലേ? അറിയാം. ഓക്കെ, അങ്ങനെയെങ്കിലേ ഇതിന്റെയും a 1 ആവൂലേ? അതൊക്കെ. ഓക്കെ, അങ്ങനെയെങ്കിലേ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ റിഫ്ലക്ഷൻ വരച്ചു. ഇതാണ് എന്റെ പരാബോള, ഇതാണ് എന്റെ പരാബോള. ഓക്കെ, എന്തായിരിക്കും ആ പരാബോളയുടെ ഇക്വേഷൻ? എന്തായിരിക്കും മക്കൾ ആ പരാബോളയുടെ ഇക്വേഷൻ? അത് നോർമലി ഡൗൺവേർഡ് പരാബോളയാ അല്ലെ? അപ്പൊ ഡൗൺവേർഡ് പരാബോള ആകുമ്പോൾ നോർമൽ ഇക്വേഷൻ എന്താ വരേണ്ടത്? x²
-4ay ആണ് വരേണ്ടത് അല്ലെ. പക്ഷെ x² -4ay എപ്പോഴാണ് വരിക? അതിന്റെ വെർട്ടെക്സ് ഒറിജിൻ ആകുമ്പോഴല്ലേ. ഇതിന്റെ വെർട്ടെക്സ് ഒറിജിൻ അല്ലല്ലോ. വെർട്ടെക്സ് എവിടെയാ? എക്സിന്റെ സ്ഥാനത്ത് -4 അല്ലേ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് -4 ആയാൽ +4 കൊടുക്കുക. എടാ വൈന്റെ സ്ഥാനത്ത് -4 അല്ലേ. -4 എന്ത് ചെയ്യുക? +4 കൊടുക്കുക. അപ്പൊ എന്തായി? x+4² എടാ മിറർ ഇമേജ് ആയതുകൊണ്ട് രണ്ടിന്റെ a സെയിം അല്ലേ, a1 അല്ലേ. അപ്പൊ എന്താ? -4 × y+4. ഇതാണ് നമ്മുടെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ. വളരെ ബേസിക് കൺസെപ്റ്റ് ആണ്. ബേസിക് മീൻസ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ പരാബോള വരക്കാണ്. ഇതാണ് എൻ്റെ പരാബോള. ആ പരാബോള ഇക്വേഷൻ എന്താണ്? x+4² x+4² -4 × y+4 അല്ലേ. ഇതാണ് പരാബോള ഇക്വേഷൻ അല്ലെ. ഈ എന്താ നമുക്ക് കാണേണ്ടത്? അല്ല ഇവിടെ എന്ത് പറഞ്ഞുണ്ട്? y = -y എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്ന പോയിന്റ് എവിടേക്കാ? എയിലും ബി അല്ലേ. അവിടെ y = -y കട്ട് ചെയ്യുന്ന എവിടെയാ? എയിലും ബിയിലും. ഇതേതാ? y = -y. അങ്ങനെയെങ്കിൽ ആ പോയിന്റുകൾ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എങ്ങനെയാ? അവിടെ ഈ കാണുന്ന കർവും ഈ കാണുന്ന ലൈനും സോൾവ് ചെയ്താൽ പോരെ. ഇവിടെ y എന്താ? -4 അല്ലേ, -5 അല്ലേ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? x+4² = -4 × y -5 അല്ലേ. സോ -y+4 എന്താ? -1 അല്ലേ. അപ്പൊ x+4² എന്താ? 5 അല്ലേ. അപ്പൊ x+4 എന്താ? +4 അല്ലേ. +√2 അല്ലേ. സോ +√4 അല്ലേ, 2 അല്ലേ. അപ്പൊ x എന്താ? x എന്തൊക്കെയാവാം? ഒന്നെങ്കിൽ +2 -4 അത് -2 അല്ലേ. അല്ലെങ്കിലോ -2+4 സോ -2 എത്രയാ? -6 അല്ലേ. അല്ല എന്തെങ്കിലും എന്താ? x+4 = +2 അല്ലെ. x+4 = +2 ആയി x = +2 -4 അല്ലേ, -2 അല്ലേ. അല്ലെങ്കിൽ എന്താ? x+4 = -2 അല്ലേ. അപ്പൊ x എന്താ? -2 -4 -6 അല്ലേ വരിക. അപ്പൊ ഇവിടെ x -6, y എന്താ? y ഒരു മാറ്റില്ല, y എന്താ? -y അല്ലെ. ഇവിടെയോ x എന്താ? -2 അല്ലെ. x -6 -2 y എന്താ? -y കിട്ടി. അപ്പൊ ഒന്ന് എയും ബിയും കിട്ടി അല്ലെ. ഇനി ചോദ്യം എന്താ? ചോദ്യം എന്താ മക്കളെ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓക്കെ d is denote the distance between a and b അല്ലെ. d എന്താ? എയും ബിയും തമ്മിൽ ഡിസ്റ്റൻസ് ആ. അപ്പൊ d എന്താ വരിക? അവിടെ എയും ബിയും തമ്മിൽ ഡിസ്റ്റൻസ് അല്ലേ d. അവിടെ എയും ബിയും തമ്മിൽ ഡിസ്റ്റൻസ് ഈ -6, -y ഉം -2, -y തമ്മിൽ ഡിസ്റ്റൻസ് അല്ലേ അല്ലെ. അവിടെ y സെയിം ആയതുകൊണ്ട് ഡിസ്റ്റൻസ് കാണാൻ x കുറച്ചാ പോലെ. വാട്ട് ഇസ് ദാറ്റ്? -2 -4 4 അല്ലേ. അപ്പൊ d എന്താ? 4 ആണ്. d 4 കിട്ടി അല്ലെ. ഇനി എന്താ? a is denote the area of SAB. SAB എന്ന ട്രയാങ്കിൾ എന്ന് വിചാരിക്കും. എസ് ആരാ? ഇവിടെ ആരാ? എ ബി ആരാ? എ ആരാ? -6 -y ആണ് അല്ലെ. ബി ആരാ? -2 -5 ആണ് അല്ലെ. ദെൻ SAB എസ് ആരാടാ? എസ് ഇസ് ദ ഫോക്കസ് ഓഫ് ദി പരാബോള y² = 4x അല്ലെ. y² 4xന്റെ ഫോക്കസ് 1,0 അല്ലേ. അപ്പൊ എസ് ആരാ? 1,0 ആണ്. y² 4xന്റെ എന്താ ഫോക്കസ് ആരാ? 1,0 ആണ്. അപ്പൊ 1,0 അല്ലേ അല്ലെ. അപ്പൊ ഇതിന്റെ ഏരിയ എന്താ? ഇതിന്റെ ഏരിയന്റെ പേരെന്താ പറഞ്ഞത്? ഏരിയ ആരാ? ഡി എ ആണ് അല്ലെ. എ ഡിനോട്ട് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ SAB അല്ലെ. അപ്പൊ എ എന്താ? ഇതിന്റെ ഏരിയ ആണ്. എ എന്താ വരിക? ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റ് ഉള്ള ഹാഫ് ഇൻറ്റു ഈ ലെങ്ത് 4 ആണ് നമുക്ക് കിട്ടിയില്ലേ അല്ലെ. ഈ ഹൈറ്റ് എന്താ? അടാ 0 to -y വരെ ഹൈറ്റ് അല്ലേ. അത്രയാ? 5 ആണ്. അപ്പൊ എന്താ? ഹാഫ് ഇൻറ്റു 4 × 5 എത്ര വരിക? 2 × 5 10 അല്ലേ. അപ്പൊ എ എന്താ? 10 ആണ് അല്ലെ. എ 10 ആണ്, d 4 ആണ്. കാരണം എന്താ? a+d അല്ലെ. a+d എന്താ? 10 + 4 ആൻസർ ഈസ് 14. ഓക്കെ, അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മിറർ ഇമേജ് കാണാനുള്ള മെത്തേഡ് വൃത്തിയായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ ചെയ്യാനുള്ള കാര്യം. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്.